രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താണ് ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിങ്ങനെ കൺഫ്യൂഷനായിരുന്നപ്പോൾ മധുരക്കിഴങ്ങ് അവിടെ ഉണ്ടായിരുന്നു. ദിയാൻകുട്ടനും എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കിച്ചണിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി മധുരക്കിഴങ്ങാണ്. ചീമക്കപ്പ എന്നും ഞങ്ങളുടെ അവിടെ പറയും കേട്ടോ. അത് നന്നായിട്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. വാഷ് ചെയ്ത് ആ ചെളിയൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങാം, കട്ട് ചെയ്യാതെയും പുഴുങ്ങാം കേട്ടോ. അപ്പോൾ കഴുകി കഴിഞ്ഞപ്പോഴേക്കും നല്ല മൊഞ്ചനായിട്ട് കിട്ടിയിട്ടുണ്ട്. മൊഞ്ചൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചീമക്കപ്പ. ഇനി അതിൽ കുറച്ച് ഉപ്പും വെള്ളവും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പിടണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് എന്തായാലും ഇട്ടേക്കുക. ഉപ്പ് കുറയും വേണ്ട കൂടുകയും വേണ്ട, പാകത്തിന് അങ്ങ് ഇടുക. ഇട്ടതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ടാണെങ്കിലും വേവിക്കാം, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടും വേവിക്കാം. അപ്പോൾ നമ്മൾ വെന്തിട്ടുണ്ടോയെന്നുള്ളത് ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെന്താന്നൊക്കെ നോക്കി, വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി നമ്മൾ ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റും. നമുക്ക് കൈ കൊണ്ട് വെറുതെ ഒന്ന് പൊളിച്ചാൽ തന്നെ പെട്ടെന്ന് പോരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. മുളകും കാന്താരി എടുത്തിരിക്കുന്ന കാന്താരിയും ചുവന്നുള്ളിയും കൂടി ഇടിച്ചതാണ്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് ചാലിച്ച് നാവിൽ വെള്ളം ഊറുന്നുണ്ടോ? നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഹസ്ബൻഡിന് ഞാൻ കപ്പക്കിഴങ്ങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തോടൊക്കെ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.